കണ്ണൂർ ജില്ലയിലെ പൊതുജനാരോഗ്യ രംഗത്തെ ശ്രദ്ധേയമായ ചുവടുവെപ്പുമായി കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആഗസ്റ്റ് 11 രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യം, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാവും. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ വിശിഷ്ടാതിഥികളാവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ എം കെ റിപ്പോർട്ട് അവതരിപ്പിക്കും. എംപിമാരായ കെ സുധാകരൻ, ഡോക്ടർ വി ശിവദാസൻ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്ഥിരം സമിതി അധ്യക്ഷർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കും. 5 നിലകളുള്ള കെട്ടിടത്തിൽ കാർഡിയോളജി, നെഫ്രോളജി, ഓങ്കോളജി OPകളുണ്ടെന്നും 3 ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, മെഡിക്കൽ ICUകൾ, സർജിക്കൽ ICUകൾ, ഡയാലിസിസ് യൂണിറ്റ് എന്നിവയും വിവിധ നിലകളിലായി 23 എക്സിക്യൂട്ടീവ് പേ വാർഡുകളും പ്രവർത്തന സജ്ജമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി ജില്ലാ ആശുപത്രിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിളിച്ചേർത്തതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യായ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജാണ്. അതുപോലെ തന്നെ മുഖ്യ അതിഥികളായിട്ട് പങ്കെടുക്കുന്നത് നമ്മുടെ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, അതുപോലെ നമ്മുടെ ജില്ലയിലെ തന്നെ മന്ത്രി ആയിട്ടുള്ള രാമചന്ദ്രൻ കടന്നപ്പള്ളി, പുരാവസ്തു, പുരാരേഖ, അതുപോലെ രജിസ്ട്രേഷൻ, മ്യൂസിയം വകുപ്പ് മന്ത്രി. ഇത്രയാണ് നമ്മുടെ മന്ത്രിമാരായിട്ട് നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ MPമാർ ശ്രീ കെ സുധാകരൻ, രാജ്യസഭാ MPമാരായിട്ടുള്ള ഡോക്ടർ വി ശിവദാസൻ, അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MPമാരായി വരും. പിന്നീട് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ, സൂപ്രണ്ട്, അതുപോലെ DMO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, ഇത്രയും ആളുകൾ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, ഇത്രയും ആളുകളാണ് ആ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇപ്പം ജില്ലാ ആശുപത്രിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ഉദ്ഘാടനം എന്നുള്ളത് നമ്മുടെ ജില്ലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ആശുപത്രിയിൽ ചുരുങ്ങിയത് 3000-ലധികം രോഗികളാണ് ഓരോ ദിവസവും OPയിലെത്തുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ വരുന്നതോടുകൂടി തന്നെ നമുക്ക് സൗകര്യപ്രദമായ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ഉദ്ഘാടനത്തോടു കൂടി ആളുകൾക്ക് വരുന്നതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനും വലിയ രീതിയിൽ പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഇതിൽ കിഫ്ബി ഫണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് 61.72 കോടി രൂപയാണ്